നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഒരു കൈയിൽ ക്രിസ്തീയ വിശ്വാസവും മറുകൈയിൽ പണിയായുധവും മുറുകെ പിടിച്ച് ഹൈറേഞ്ചിന്റെ മണ്ണിൽ കാലുകുത്തിയ പൂർവികരിൽ നിന്നും കൈമാറിക്കിട്ടിയ വിശ്വാസത്തിന്റെ ദീപശിഖ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് തലമുറകൾക്ക് കൈമാറിക്കൊടുക്കാൻ ഇടുക്കി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ക്രിസ്തുജ്യോതി സ്ഥാപിതമായിട്ട് 23 വർഷങ്ങൾ. തിരുവചനമാകുമേ അഗ്നിയിൽ തിരിതെളിയും ഭക്തതിൽ ഈ മലമുകളിൽ ദൈവസ്നേഹം ജ്വാലയാ ക്രിസ്തു ജ്യോതിയായുയർന്നു വന്നിതാ ക്രിസ്തു ജ്യോതിയായുയർന്നു വന്നിതാ. എന്നെ വാർത്തെടുത്തു, എന്റെ കരം പിടിച്ചു, ചെറു പുഷ്പത്തിൻ മടിത്തട്ടിൽ വളർന്നു വന്നു. എന്നെ വാർത്തെടുത്തു, എന്റെ കരം പിടിച്ചു, ചെറു പുഷ്പത്തിൻ മടിത്തട്ടിൽ വളർന്നു വന്നു. എന്നെ വാർത്തെടുത്തു, എന്റെ കരം പിടിച്ചു, ചെറു പുഷ്പത്തിൻ മടിത്തട്ടിൽ വളർന്നു വന്നു. 2025-26 പ്രവർത്തന വർഷത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെയും ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടനയുടെയും പ്രധാന പ്രവർത്തനങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. പ്രവർത്തന വർഷ ഉദ്ഘാടനം. ക്രിസ്തു ജയന്തിയുടെ ജൂബിലി വർഷത്തിൽ വിശ്വാസ പരിശീലനത്തിന്റെയും ചെറുപുഷ്പ മിഷൻ ലീഗ് തിരുബാല സഖ്യം സംഘടനകളുടെയും 2026-27 രൂപതാതല പ്രവർത്തന വർഷ ഉദ്ഘാടനം ജൂൺ 1 തീയതി ഞായറാഴ്ച വാഴത്തോപ്പ് സെയിന്റ് ജോർജ് കത്തീഡ്രൽ ഇടവകയിൽ വെച്ച് മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ നിർവഹിച്ചു. അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് തന്റെ ഇടയ ലേഖനത്തിലൂടെ ക്രിസ്തുവിന്റെ വിളഭൂമിയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി എന്ന പ്രവർത്തന വർഷ പഠന വിഷയത്തെ ആസ്പദമാക്കിയുള്ള വിശ്വാസ പരിശീലനത്തിന്റെയും സംഘടനാ പ്രവർത്തനങ്ങളുടെയും മുഖ്യ ചിന്താവിഷയം എനിക്ക് സാക്ഷികളാവുക എന്നതാവണമെന്ന് ആഹ്വാനം ചെയ്തു. പാഠപുസ്തക കേന്ദ്രീകൃത ക്ലാസുകൾ മാത്രമായി വിശ്വാസ പരിശീലനത്തെ ചുരുക്കരുത്. ഇടവകകളിൽ സംഘടനകൾ സജീവമാക്കി വിശ്വാസം പരിശീലിക്കാനും ജീവിക്കാനുമുള്ള വേദികൾ സജ്ജമാക്കണം. ഒരു കുഞ്ഞിന്റെ വിശ്വാസ രൂപീകരണത്തിലും സാക്ഷി ജീവിതത്തിലും അതിനിർണായക പങ്ക് വഹിക്കാൻ അവന്റെ കുടുംബത്തിനും ഇടവക കുടുംബത്തിനും സാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രൂപതാ വാർഷികവും കൗൺസിലും. ഇടുക്കി രൂപത ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും ചെറുപുഷ്പ മിഷൻ ലീഗ് തിരുബാല സഖ്യം സംഘടനകളുടെയും സംയുക്ത വാർഷികവും കൗൺസിലും 2025 ജൂലൈ 12 തീയതി മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ വെച്ച് നടത്തി. CML രൂപത പ്രസിഡന്റ് ശ്രീ സെസിൽ ജോസ് കോളേജ് അങ്കണത്തിൽ ചെമ്മഞ്ഞ പതാക ഉയർത്തിയതോടെ വാർഷികാഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. വൈദികരും സമർപ്പിതരും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രേക്ഷിതർ ചെമ്മഞ്ഞ പതാക കരങ്ങളിലേന്തി മുദ്രാവാക്യം മുഴക്കി പ്രേക്ഷിത റാലിയിൽ അണിനിരന്നു. കനകക്കുന്ന് ഇടവകയിലെ CML ഗായിക സംഘം നേതൃത്വം നൽകിയ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ രൂപതാ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര സ്വാഗതം ആശംസിച്ചു. മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷത വഹിച്ചു. രൂപതാധ്യക്ഷൻ അഭിവന്യമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് വാർഷികം ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകി. മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കിൽ 2025-26 പ്രവർത്തന വർഷ മാർഗരേഖയുടെയും മോൺസിഞ്ഞോർ അബ്രാഹം പുറയാറ്റ് CML രൂപതാ സമിതി പ്രസിദ്ധീകരിച്ച നിനദം മാഗസിന്റെയും പ്രകാശന കർമ്മം നിർവഹിച്ചു. 2024-25 പ്രവർത്തന വർഷത്തെ മികച്ച സൺഡേ സ്കൂളുകൾക്കും മികവാർന്ന സംഘടനാ പ്രവർത്തനം കാഴ്ചവെച്ച CML ശാഖകൾക്കുമുള്ള പ്രശസ്തി പത്രങ്ങളും മറ്റിതര സമ്മാനങ്ങളും വാർഷികത്തിൽ വിതരണം ചെയ്തു. ഉജ്ജ്വലം 2K25 മെഗാ സംഗമം. പ്രവർത്തന വർഷ ആരംഭത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ദിശാബോധത്തോടെ ഉള്ളിലെ കനലിനെ ഉജ്ജ്വലിപ്പിച്ച് കർമ്മരംഗത്തേക്കിറങ്ങാൻ ഇടവകതൽ നേതൃത്വ നിരയ്ക്ക് അവസരമൊരുക്കിക്കൊണ്ട് ജൂൺ 14 തീയതി വാഴത്തോപ്പ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് നടത്തിയ ഉജ്ജ്വലം മെഗാ സംഗമം ശ്രദ്ധേയമായി. രൂപതയിലെ 105 ഇടവകകളിൽ നിന്നുമുള്ള CML വൈസ് ഡയറക്ടേഴ്സ്, ഓർഗനൈസേഴ്സ്, സ്റ്റാഫ് സെക്രട്ടറിമാർ, ആനിമേറ്റേഴ്സ് എന്നിവരുടെ ടീമിൽ നിന്നും 410 അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു.
പങ്കെടുത്തു. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ശ്രീ ജോയ് പ്ലാത്ര സാർ സെമിനാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്രിസ്തുജയന്തിയുടെ 2025 സാധാരണ ജൂബിലി വർഷം. ജൂബിലി വർഷ തീർത്ഥാടനങ്ങൾ. ഇടുക്കിയുടെ ഇടയൻ അഭിവന്ദമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ ഇടുക്കി രൂപതാ കുടുംബം ഒരുമിച്ച് സെപ്റ്റംബർ 5, 6 തീയതികളിൽ നടത്തിയ മരിയൻ കാൽനട തീർത്ഥാടനത്തിലും മാർച്ച് 27 തീയതി നടത്തിയ എഴുകുംവയൽ കുരിശുമല തീർത്ഥാടനത്തിലും മതാധ്യാപകരുടെയും CML അംഗങ്ങളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തി. കൂടാതെ ഡിസംബർ 19, 20, 21 തീയതികളിൽ CML രൂപതാ സമിതി അംഗങ്ങൾ വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുത തീർത്ഥാടന ദേവാലയത്തിലേക്കും തീർത്ഥാടനം നടത്തുകയുണ്ടായി. വിശ്വാസ പ്രഘോഷണത്തിന്റെയും ക്രിസ്തീയ കൂട്ടായ്മയുടെയും നേർസാക്ഷ്യങ്ങളും ദൈവാനുഭവത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും വിരുന്നുമായിരുന്നു ഈ തീർത്ഥാടനങ്ങൾ. ജൂബിലി ചാലഞ്ചുകൾ. CML അംഗങ്ങൾക്കായി ഒരുക്കിയ ജൂബിലി പാസ്പോർട്ട്, വിശുദ്ധ കുർബാന ചലഞ്ച്, പുതിയ നിയമ ബൈബിൾ പാരായണ യജ്ഞം എന്നീ ത്രിവിധ ജൂബിലി ചലഞ്ചുകൾ നിരവധി കുട്ടികളാണ് കുടുംബാംഗങ്ങളോടൊപ്പം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത്. ഇടുക്കി രൂപതയുടെ സ്വന്തം തീർത്ഥാടന കേന്ദ്രങ്ങളായ അടിമാലി, നെടുങ്കണ്ടം, രാജകുമാരി, വാഴത്തോപ്പ് എന്നീ തീർത്ഥാടന ദേവാലയങ്ങളിലും എഴുകുംവയൽ കുരിശുമലയിലും സന്ദർശനം നടത്തി ദണ്ഡവിമോചനം നേടുന്നതിനും ദണ്ഡവിമോചനത്തെക്കുറിച്ചും ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടനയെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനും സാധിക്കത്തക്ക ജൂബിലി പാസ്പോർട്ട് എന്ന പേരിൽ ഒരു ബുക്ക്ലെറ്റ് തയ്യാറാക്കി എല്ലാ ശാഖകൾക്കും നൽകി. 3 ജൂബിലി ചലഞ്ചുകളും പൂർത്തിയാക്കുന്നവരെ രൂപതാ വാർഷികത്തിൽ പ്രത്യേകം ആദരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തു. ചെറുപുഷ്പ മിഷൻ ലീഗ് അംഗങ്ങളുടെ പൊതുധർമ്മങ്ങൾ: 1. അനുദിന പ്രാർത്ഥന. 2. ഓരോ അംഗവും സുഹൃത്ത് ഡയറിയിൽ ചേർത്തിരിക്കുന്ന പുണ്യപ്രവർത്തികൾ നിർവഹിക്കുകയും ദൈവവിളി പ്രോത്സാഹനത്തിനും മിഷൻ കേന്ദ്രങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുക. വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ അൽഫോൺസാമ എന്നിവരുടെ തിരുനാളുകളിലും മിഷൻ ഞായർ, ദൈവവിളി ദിനം, ബൈബിൾ ദിനം, സ്ഥാപകരുടെ ചരമദിനങ്ങൾ എന്നീ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുകയും ചെയ്യുക. സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായും നിസ്വാർത്ഥമായും പങ്കെടുക്കുകയും സംഘടനയുടെ പൊതുചടങ്ങുകളിൽ ബാഡ്ജ് ധരിക്കുകയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും അംഗത്വ നവീകരണം നടത്തുകയും ചെയ്യുക. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സ്വർഗീയ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യ. ഉപമധ്യസ്ഥർ വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ അൽഫോൺസാമ. സ്ഥാപകർ റവറന്റ് ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ, സ്ഥാപക ഡയറക്ടർ. ശ്രീ PC അബ്രഹാം പല്ലാട്ടുകുന്നിൽ, സ്ഥാപക നേതാവ്. കൂടാതെ ജൂബിലി സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശ്വാസ പരിശീലന കലണ്ടറിന്റെയും സുവിശേഷോത്സവ പുസ്തകത്തിന്റെയും നിർമ്മാണവും വിതരണവും, എല്ലാ ഇടവകകൾക്കുമുള്ള ജൂബിലി സ്റ്റാൻഡിന്റെയും തിരിയുടെയും ക്രമീകരണം, ജൂബിലി സമാപന പതാക പ്രയാണം, ജൂബിലി സമാപന റാലിയിൽ 101 വിശുദ്ധരോടൊപ്പമുള്ള സജീവ പങ്കാളിത്തം, ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തു ജയന്തിയുടെ 2025 ജൂബിലിയിൽ ക്രിസ്തുജ്യോതിയും CMLും സജീവ പങ്കാളിത്തം വഹിച്ചു. 2024-25 പ്രവർത്തന വർഷത്തെ മികച്ച രൂപതയ്ക്കുള്ള ഗോൾഡൻ സ്റ്റാർ പുരസ്കാരം ഇടുക്കി രൂപതയ്ക്ക്. ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന രൂപതയ്ക്ക് ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന തലത്തിൽ നൽകുന്ന ഗോൾഡൻ സ്റ്റാർ പുരസ്കാരം ഇടുക്കി രൂപത സ്വന്തമാക്കി. 2024-25 പ്രവർത്തന വർഷത്തിൽ ഫലപ്രദവും ശ്രദ്ധേയവുമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതമായ രൂപതാ സമിതിക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ദൈവകൃപയും അഭിവന്യമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും നിരന്തര പിന്തുണയും പ്രോത്സാഹനവും ഈ ഉജ്ജ്വല വിജയത്തിന്റെ പിന്നാമ്പുറ ശക്തി സ്രോതസ്സുകളായിരുന്നു. 25 അംഗ എക്സിക്യൂട്ടീവ് ഓർഗനൈസിംഗ് ടീമിന്റെ കൂട്ടായ്മയുടെയും ത്യാഗനിർഭരമായ കഠിനാധ്വാനത്തിന്റെയും നേർസാക്ഷി. ഒപ്പം 12 മേഖലാ നേതൃത്വങ്ങളുടെയും 105 ശാഖകളുടെയും അകമഴിഞ്ഞ സഹകരണവും കൂട്ടായ്മയും ഈ ഗോൾഡൻ സ്റ്റാർ പുരസ്കാരത്തിന്റെ പിന്നിലെ വിലമതിക്കാനാവാത്ത മുത്തുകളാണ്. CML സംഘടനയ്ക്ക് ശാഖാ മേഖലാ തലങ്ങളിൽ ഉണർവും ഉന്മേഷവും നൽകി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കാൽവരി മൗണ്ട്, വെള്ളയാങ്കുടി ശാഖകൾ സംസ്ഥാന തലത്തിൽ ഗോൾഡൻ സ്റ്റാറും, മുരിക്കാശ്ശേരി ശാഖ സിൽവർ സ്റ്റാറും, ഇരട്ടിയാർ പാറത്തോട് മേഖലകൾ ബ്രോൺസ് സ്റ്റാറും നേടിക്കൊണ്ട് ഇരട്ടി മധുരം പകർന്നു. 2025 നവംബർ 8 തീയതി കിടങ്ങൂരിൽ വെച്ച് നടന്ന സംസ്ഥാന വാർഷികത്തിൽ രൂപതാ ടീം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഹൈറേഞ്ചിന്റെ കുഞ്ഞേട്ടന് ആദരവ്.
ചെറുപുഷ്പ മിഷൻ ലീഗ് സ്ഥാപക നേതാവ് കുഞ്ഞേട്ടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ PC അബ്രാഹാം പല്ലാട്ടുകുന്നേലിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളോടെ രൂപതാതല അൽമായ ദിനാചരണവും മുൻകാല ഭാരവാഹികളുടെ സംഗമവും നടത്തി. ആഗസ്റ്റ് 28 തടിയമ്പാട് സോഷ്യോ എഡ്യൂക്കേഷൻ സെന്ററിൽ വെച്ച് നടത്തിയ അൽമായ ദിനാചരണത്തോടനുബന്ധിച്ച് 2025-26 പ്രവർത്തന വർഷത്തെ സംസ്ഥാനതല കുഞ്ഞേട്ടൻ പുരസ്കാര ജേതാവും ഇടുക്കി രൂപതയുടെ മലമടക്കുകളിൽ മിഷൻ ലീഗ് സംഘടനയുടെ വിത്തുപാകി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവരിൽ ഒരാളുമായ ശ്രീ മത്തച്ചൻ പുരയ്ക്കലിനെ മെമന്റോ നൽകി ആദരിച്ചു. അവിഭക്ത കോതമംഗലം രൂപതയിലും ഇടുക്കി രൂപതയിലും താരകശോഭയുടെ നേതൃത്വനിരയിൽ നിറഞ്ഞുനിന്ന മഹത് വ്യക്തിത്വങ്ങളുടെ സംഗമവേദി കൂടിയായി മാറിയ വർണ്ണം 2K25 അക്ഷരാർത്ഥത്തിൽ സ്നേഹസൗഹൃദങ്ങളുടെയും പ്രേക്ഷിതാനുഭവങ്ങളുടെയും നിറക്കൂട്ടായിരുന്നു. മുൻകാല രൂപതാ പ്രസിഡന്റുമാരായ ശ്രീ ജോസഫ് കുര്യൻ, ശ്രീ സിബി വലിയമറ്റം, ശ്രീ ഷിബു മഠത്തിൽ, ശ്രീ ബിനോയ് ചമരപ്പള്ളി, ശ്രീ നോബിൾ വലിയമറ്റം, ശ്രീ ജോർജ് കുട്ടി സെബാസ്റ്റ്യൻ എന്നിവർ തങ്ങളുടെ മിഷൻ ലീഗ് അനുഭവങ്ങൾ ആവേശത്തോടെ പങ്കുവച്ചപ്പോൾ പുതുതലമുറയുടെ ഹൃദയങ്ങളിൽ ഒരു പ്രേക്ഷിത നാളം ജ്വലിച്ചുയർന്നു. CML, എക്സിക്യൂട്ടീവ്, ഓർഗനൈസിംഗ് ടീം, മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗുകളും ഇതര യോഗങ്ങളും. സംഘടനാ പ്രവർത്തനങ്ങൾ സമയോചിതമായി മികവോടെ നിർവഹിക്കപ്പെടുന്നതിനും കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിനുമായി പ്രവർത്തന വർഷത്തിൽ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ 12 എക്സിക്യൂട്ടീവ് മീറ്റിംഗുകളും 5 ഓർഗനൈസിംഗ് ടീം മീറ്റിംഗുകളും 2 മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗുകളും 15-ലധികം ഇതര യോഗങ്ങളും നടത്തുകയുണ്ടായി. ശാഖാ മേഖലാ സന്ദർശനങ്ങൾ. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ശാഖാ മേഖലാതല പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും വിലയിരുത്തൽ നടത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ജൂൺ-മെയ് മാസങ്ങളിൽ രൂപതാ സമിതി അംഗങ്ങൾ വിവിധ ശാഖകളിലും മേഖലകളിലും സന്ദർശനം നടത്തുകയും മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. കലാസാഹിത്യ മത്സരങ്ങൾ. CML രൂപതാ കലോത്സവം അരങ്ങ് 2K25 വാഴത്തോപ്പ് സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒക്ടോബർ 20 നടത്തി. 12 മേഖലകളിൽ നിന്നായി 720 മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത്. ഇരട്ടയാർ മേഖല ഓവറോൾ ഫസ്റ്റ് നേടിയപ്പോൾ തങ്കമണി, രാജാക്കാട് മേഖലകൾ യഥാക്രമം 2ും 3ും സ്വന്തമാക്കി. കലാസാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും സാഹിത്യ മത്സരത്തിലെ മികച്ച 9 ശാഖകൾക്കുള്ള പ്രശസ്തി പത്രവും കലോത്സവത്തിലെ മികച്ച 3 മേഖലകൾക്കുള്ള ട്രോഫികളും സമാപന സമ്മേളനത്തിൽ നൽകി വിജയികളെ ആദരിച്ചു. സെപ്റ്റംബർ 21 നടന്ന സംസ്ഥാന സാഹിത്യ മത്സരത്തിൽ അഭിമാനാർഹമാം വിധം 2nd റണ്ണറപ്പ് നേടിക്കൊണ്ട് കലാസാഹിത്യ മത്സരത്തിൽ ഓവറോൾ 4th സ്വന്തമാക്കാൻ ഇടുക്കി രൂപത ടീമിന് സാധിച്ചു. സെപ്റ്റംബർ 7 സംസ്ഥാന തലത്തിൽ നടന്ന മാലിപ്പറമ്പിൽ ഓൺലൈൻ ക്വിസിൽ രൂപതയിലെ നിരവധി കുട്ടികൾ പങ്കെടുക്കുകയും രാജകുമാരി ശാഖയിലെ നോയൽ നോബിൾ 3ാം സ്ഥാനം നേടുകയും ചെയ്തു. തണൽ വയോജന ദിനാചരണം. പരാശ്രയത്വത്തിന്റെ പാതയിൽ ചരിക്കുന്ന മുതിർന്ന തലമുറയെ കരുതാനും കാവലാകാനുമുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് പുതുതലമുറയെ ബോധ്യപ്പെടുത്തുക, തങ്ങൾ സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം വയോജനങ്ങൾക്ക് നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കം കുറിച്ച ലോക വയോജന ദിനാഘോഷത്തിൽ CML രൂപതാ സമിതി മുരിക്കുംതൊട്ടി ശാഖയോടൊപ്പം പങ്കുചേർന്നു. കുട്ടികളുടെ ഗായക സംഘം. ഇംഗ്ലീഷ് കരോൾ ഗാന മത്സരം. രൂപതയിലെ എല്ലാ ഇടവകകളിലും കുട്ടികളുടെ ഗായക സംഘം രൂപീകരിക്കുക, അവർക്ക് പരിശീലനവും പ്രോത്സാഹനവും നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപതാ തലത്തിൽ ഇംഗ്ലീഷ് കരോൾ ഗാന മത്സരം നടത്തി. ജനുവരി 3 മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ 3 ബോയ്സും 4 ഗേൾസും ഉൾപ്പെടുന്ന 35 ടീമുകൾ പങ്കെടുത്തു. കാറ്റഗറി എയിൽ പാറത്തോട്, മുരിക്കാശ്ശേരി, രാജകുമാരി ശാഖകളും കാറ്റഗറി ബിയിൽ നീലിവയൽ, കാമാക്ഷി, സ്നേഹഗിരി ശാഖകളും യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മികച്ച പരിശീലനത്തിലൂടെ ഉന്നത നിലവാരം പുലർത്തിയ 35 ടീമുകൾക്കും A ഗ്രേഡ് നേടാൻ സാധിച്ചു. ലത്തീൻ പ്രാർത്ഥനാ ഗീതങ്ങൾ. പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ അമ്മയോടുമുള്ള ലത്തീൻ പ്രാർത്ഥനാ ഗീതങ്ങൾ ഇടവകയിലെ കുട്ടികളുടെ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ പഠിക്കുന്നതിനും വിശ്വാസ പരിശീലനം നടത്തുന്ന മുഴുവൻ കുട്ടികളും ഒന്നുചേർന്ന് ഗാനം ആലപിക്കുന്നതിനുമുള്ള അവസരം ഒരുക്കി. മതാധ്യാപക പരിശീലനങ്ങൾ. 11-12 ക്ലാസുകളിലെ നവീകരിച്ച പാഠപുസ്തകം, മെത്തഡോളജി എന്നിവയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായി ജൂൺ മാസത്തിൽ പ്രസ്തുത ക്ലാസുകളിലെ അധ്യാപകർക്കായി രൂപതാതലത്തിൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. 200 അധ്യാപകർ പങ്കെടുത്ത പ്രോഗ്രാമിലെ ക്ലാസുകൾക്ക് സീറോ മലബാർ പാഠപുസ്തക കമ്മിറ്റി അംഗം ഡോക്ടർ ബിനോ പി ജോസ് നേതൃത്വം നൽകി. സീറോ മലബാർ വിശ്വാസ പരിശീലന കമ്മീഷന്റെ നേതൃത്വത്തിൽ മതാധ്യാപകരുടെ തുടർ പരിശീലനത്തിന് ഭാഗമായി ജൂലൈ 23 മുതൽ 31 വരെ തീയതികളിൽ നടത്തിയ ഓൺലൈൻ വെബിനാറിൽ വിവിധ ഇടവകകളിൽ നിന്നുമുള്ള 550 അധ്യാപകർ പങ്കെടുത്ത് അസൈൻമെന്റ് തയ്യാറാക്കുകയും സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തു.
പ്രവർത്തന വർഷത്തിൽ ഓരോ ഇടവകയിലെ മതാധ്യാപക ടീം ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരുടെ നേതൃത്വത്തിൽ യുക്യാറ്റിന്റെ 3-ാം ഭാഗം അടിസ്ഥാനമാക്കി എല്ലാ മാസവും സ്റ്റഡി ഫോറം നടത്തി. മാർഗദീപം, യുക്യാറ്റ് എന്നിവയിലെ പഠനഭാഗങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ മതാധ്യാപക ക്യൂസിൽ എല്ലാ അധ്യാപകരും പങ്കെടുത്തു. ഇടുക്കി മാർസ്ലീവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി, കോട്ടയം വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠവുമായി സഹകരിച്ച് നടത്തിയ 1 ഇയർ തിയോളജി കോഴ്സിൽ 150 അധ്യാപകർ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് നേടി. ലോഗോസ് ക്വിസ്. KCBC ബൈബിൾ കമ്മീഷൻ നേതൃത്വം നൽകിയ 5 ലക്ഷത്തോളം പേർ പങ്കെടുത്ത 25ാമത് ലോഗോസ് ക്വിസിൽ ഇടുക്കി രൂപതയിൽ നിന്നും 16,000 പേർ പങ്കെടുക്കുകയും ഇവരിൽ 925 പേർ 70-ൽ കൂടുതൽ മാർക്ക് നേടുകയും ചെയ്തു. സംസ്ഥാനതല മത്സരത്തിൽ രൂപതയിൽ നിന്നും പങ്കെടുത്ത 18 പേരിൽ വാഴത്തോപ്പ് ഇടവകയിലെ ദിയ അന്ന സജീവ് എ വിഭാഗത്തിൽ 3-ാം സ്ഥാനവും കാൽവരി മൗണ്ട് ഇടവകയിലെ മോളി സാബു ഈ വിഭാഗത്തിൽ 4-ാം സ്ഥാനവും നേടിക്കൊണ്ട് ഇടുക്കി രൂപതയ്ക്ക് അഭിമാനമായി. മിഷൻ വാരാചരണം. മിഷൻ പ്രവർത്തനങ്ങളെയും മിഷണറിമാരെയും പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിക്കാനും ശക്തിപ്പെടുത്താനും പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന CML സംഘടന അതിന്റെ എല്ലാ തലങ്ങളിലും മിഷൻ വാരാചരണം നടത്തി. ഒക്ടോബർ 12 മുതൽ 19 വരെ തീയതികളിൽ നടത്തപ്പെട്ട മിഷൻ വാരാചരണത്തിന്റെ രൂപതാതല ഉദ്ഘാടനം ബഥേൽ ശാഖയും സംസ്ഥാനതല സമാപനം വാഴത്തോപ്പ് ശാഖയും ഏറ്റെടുത്ത് മനോഹരമാക്കി. പ്രായഭേദമന്യേ 100 പ്രവർത്തകർ അണിനിരുന്ന പ്രേക്ഷിത റാലികളും പൊതുസമ്മേളനങ്ങളും മിഷൻ വാരാചരണത്തെ കൂടുതൽ സജീവമാക്കി. മിഷനെക്കുറിച്ചും മിഷണറിമാരെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനും മിഷൻ പ്രവർത്തനങ്ങളിൽ സാധിക്കും വിധം പങ്കുചേരുന്നതിനും പുതുതലമുറയ്ക്ക് അവസരമൊരുക്കിക്കൊണ്ട് രൂപതാതലത്തിൽ ക്രമീകരിച്ച മിഷൻ വാരാചരണ പ്രോഗ്രാം നിരവധി ശാഖകൾ ഏറ്റെടുക്കുകയും മികച്ച മിഷൻ വാരാചരണ പ്രവർത്തനങ്ങൾക്ക് രൂപതയിലെ 15 ശാഖകൾ സംസ്ഥാനതലത്തിൽ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. ഒക്ടോബർ 18-ാം തീയതി മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടത്തിയ മിഷൻ മണിക്കൂർ ആചരണത്തിൽ CML രൂപതാ ടീം പങ്കെടുക്കുകയും ഓൺലൈൻ വഴി കുട്ടികൾ കുടുംബാംഗങ്ങളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. നവംബർ 9-ാം തീയതി നടന്ന മിഷൻ ക്വസ്റ്റിലും സമർപ്പിതരും അൽമായരും ഉൾപ്പെടുന്ന ടീം പങ്കെടുത്തു. ബൈബിൾ പാരായണ മാസാചരണം. KCBC ബൈബിൾ കമ്മീഷൻ ആഹ്വാനം ചെയ്ത ബൈബിൾ പാരായണ മാസാചരണത്തിന്റെ ഇടുക്കി രൂപതാതല ഉദ്ഘാടനം വെള്ളയാംകുടി സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വെച്ച് നവംബർ 30-ാം തീയതി ഞായറാഴ്ച നടത്തി. ജീവജലം വചനമെഴുത്ത് മത്സരം. ദൈവവചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും കുട്ടികൾക്ക് അവസരവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഫെബ്രുവരി 1, 8 തീയതികളിൽ 8 സെന്ററുകളിൽ വെച്ച് നടത്തിയ ജീവജലം വചനമെഴുത്ത് മത്സരത്തിൽ 650 കുട്ടികൾ പങ്കെടുത്തു. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ലേഖനഭാഗത്തു നിന്നുമുള്ള വചനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ജീവജലം സത്യവചസ്സുകൾ എന്ന വചന പഠന ഗ്രന്ഥത്തിൽ നിന്നുമുള്ള 360 വചനങ്ങളാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വിജയികളായ 20 കുട്ടികൾക്കും ബെസ്റ്റ് പാരിഷായി തിരഞ്ഞെടുക്കപ്പെട്ട കാമാക്ഷി, വാഴത്തോപ്പ് പാരിഷുകൾക്കുമുള്ള സമ്മാനങ്ങൾ 2026 ജൂൺ 13-ാം തീയതി നടന്ന ഉജ്ജ്വല മെഗാ സംഗമത്തിൽ വച്ച് നൽകി. രോഗീ ദിനാചരണം. ഫെബ്രുവരി 11-ാം തീയതി മുരിക്കാശ്ശേരി സെയിന്റ് അൽഫോൺസ പാലിയേറ്റീവ് കെയർ സെന്ററിൽ വെച്ച് CML രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രോഗീ ദിനാചരണം നടത്തി. ഇതിനോടനുബന്ധിച്ച് രോഗികളെ സന്ദർശിക്കുകയും അവർക്കായി ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധന നടത്തുകയും രോഗീ ശുശ്രൂഷകർക്ക് ആദരം നൽകുകയും ചെയ്തു. CML അന്തർദേശീയ ഡയറക്ടർ ഫാദർ ജെയിംസ് പുന്നപ്ലാക്കൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. 2026 സമുദായ ശാക്തീകരണ വർഷം. സമുദായ ശാക്തീകരണ വർഷാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രവും ചെറുപുഷ്പ മിഷൻ ലീഗും നേതൃത്വം നൽകിയ പ്രധാന പ്രവർത്തനങ്ങൾ. സഹ്യജ്യോതി മീറ്റ് റീജിയണൽ സംഗമങ്ങൾ. വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനുവരി 17, 24, ഫെബ്രുവരി 7 തീയതികളിൽ യഥാക്രമം മുരിക്കാശ്ശേരി, രാജാക്കാട്, ഇരട്ടയാർ എന്നീ 3 സെന്ററുകളിൽ വച്ച് സഹ്യജ്യോതി മീറ്റ് റീജിയണൽ സംഗമങ്ങൾ നടത്തപ്പെട്ടു. 8ാം ക്ലാസ്സിലെ ആൺകുട്ടികളെ മാത്രം ഉൾപ്പെടുത്തി നടത്തിയ റീജിയണൽ സംഗമത്തിൽ 610 കുട്ടികളാണ് പങ്കെടുത്തത്. ലഹരി ബോധവൽക്കരണ തെരുവ് നാടക മത്സരം. ലഹരി വിമുക്ത സമൂഹ നിർമ്മിതി എന്ന വിഷയത്തെ ആസ്പദമാക്കി ജനുവരി 3-ാം തീയതി മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ തെരുവ് നാടക മത്സരത്തിൽ നിരവധി ശാഖകൾ പങ്കെടുത്തു. നിരന്തര പരിശീലനത്തിലൂടെ ഉന്നത നിലവാരം പുലർത്തിയ തെരുവ് നാടക മത്സരത്തിൽ എല്ലാ ടീമുകളും A ഗ്രേഡ് നേടുകയും നെടുങ്കണ്ടം, കരിമ്പൻ, പാറത്തോട് ശാഖകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. സുവിശേഷോത്സവം. സുവിശേഷോത്സവ പുസ്തക നിർമ്മാണവും ത്രിദിന ക്യാമ്പും. സീറോ മലബാർ സഭാ സമുദായം ആതുര സേവനം, വിദ്യാഭ്യാസം, അച്ചടി മേഖല, ബാങ്കിംഗ് മേഖല, രാഷ്ട്രീയ, കാർഷിക, സാംസ്കാരിക മേഖലകൾ, കായിക രംഗം തുടങ്ങി വിവിധ മേഖലകളിൽ പൊതുസമൂഹത്തിന് നൽകിയ സംഭാവനകളെപ്പറ്റി
പുതുതലമുറയ്ക്ക് കൂടുതൽ അറിവും ബോധ്യങ്ങളും ലഭിക്കത്തക്ക വിധം 2026 സുവിശേഷോത്സവ പുസ്തകം തയ്യാറാക്കുകയും മതാധ്യാപകരുടെ നേതൃത്വത്തിൽ ഇടവകകളിൽ ത്രിദിന ക്യാമ്പ് നടത്തുകയും ചെയ്തു. ഇതോടൊപ്പം സമുദായത്തിന്റെ തനതു കലാരൂപങ്ങളായ മാർഗംകളി, പരിചമുട്ട് എന്നിവ പഠിച്ച് അവതരിപ്പിക്കുന്നതിനും സമുദായത്തിന്റെ തനതു ഭക്ഷണ രീതികളെക്കുറിച്ച് അറിയുന്നതിനായി ഫുഡ് ഫെസ്റ്റ് ക്രമീകരിക്കുന്നതിനും ശ്രദ്ധിച്ചു. കൂടാതെ രൂപതാതലത്തിൽ മാർഗംകളി മത്സരവും നടത്തി. മിഷൻ കൂട്ട് സമുദായത്തെ ശക്തിപ്പെടുത്തുക, ലഹരി വസ്തുക്കളെ അകറ്റേണ്ടതിന്റെയും ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് ശരിയായ ബോധ്യങ്ങൾ രൂപപ്പെടുത്തുക, ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ CML രൂപത ടീം വിവിധ ശാഖകളിൽ ഏകദിന മിഷൻ കൂട്ട് പ്രോഗ്രാം നടത്തി. ക്ലാസുകൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ, ചർച്ചകൾ, ഗെയിംസ്, ദിവ്യകാരുണ്യ ആരാധന എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മിഷൻ കൂട്ട് പ്രോഗ്രാം കുഞ്ഞു മിഷണറിമാരിൽ പുത്തനുണർവ് പകർന്ന് ഇതിനോടകം 12 ശാഖകൾ പിന്നിട്ടു. CML രൂപത ക്യാമ്പ് വിഷൻ 2K26. ചെറുപുഷ്പ മിഷൻ ലീഗും എസ് ഫോർമേഷനും സംയുക്തമായി രൂപതാതലത്തിൽ ത്രിദിന ക്യാമ്പ് നടത്തി. മെയ് 6, 7, 8 തീയതികളിൽ രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തിയ വിഷൻ ക്യാമ്പിൽ 6ാം ക്ലാസ്സിൽ നിന്നും എസ് ഫോർമേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 250 കുട്ടികൾ പങ്കെടുത്തു. സിസ്റ്റർ സ്റ്റാർലെറ്റ് CMC ക്യാമ്പിലെ ക്ലാസുകൾക്കും വിവിധ ആക്ടിവിറ്റികൾക്കും നേതൃത്വം നൽകി. ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കരയോടൊപ്പം ഫാദർ ആന്റണി പാറക്കടവിലും വൈദിക വിദ്യാർത്ഥികളും സീനിയർ ബാച്ച് സ്റ്റുഡൻസും ആനിമേറ്റേഴ്സും ക്യാമ്പിന്റെ നടത്തിപ്പിൽ ഏറെ ത്യാഗപൂർവ്വം പങ്കുചേർന്നു. മറ്റു ക്യാമ്പുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഈ സ്പിരിച്വൽ ക്യാമ്പ് കുഞ്ഞുങ്ങളെ ദിവ്യകാരുണ്യ ഈശോയിലേക്കും പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്കും നയിച്ചു. യെസ്, yield everything in Holy Spirit. ദൈവാത്മാവിന്റെ പ്രചോദനങ്ങളോട് യെസ് പറയുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇടുക്കി രൂപത ആരംഭിച്ച യെസ് ട്രെയിനിംഗ് പ്രോഗ്രാം 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പരിശീലനം നൽകി വരുന്നു. 6 ബാച്ചുകളിലെ കുട്ടികൾക്കായി പ്രവർത്തന വർഷത്തിൽ മികച്ച റിസോഴ്സ് പേഴ്സൺസിന്റെ നേതൃത്വത്തിൽ 12 ക്യാമ്പുകൾ നടത്തി. ദൈവാത്മാവിന്റെ പ്രചോദനങ്ങളെ തിരിച്ചറിയാൻ പ്രാപ്തരാക്കുന്ന സഭാസ്നേഹത്തിലും ജീവിത മൂല്യങ്ങളിലും അടിസ്ഥാനമുറപ്പിക്കാൻ സഹായിക്കുന്ന വിഷൻ ക്യാമ്പ്, കുട്ടികളിലെ വിവിധങ്ങളായ സാധ്യതകളെ കണ്ടെത്തി നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്ന സിവിലിറ്റി ക്യാമ്പ്, പൊതുസമൂഹത്തിന്റെ മുൻപിൽ പ്രസംഗിക്കുവാൻ പരിശീലിപ്പിക്കുന്ന സ്പീക്കർ ക്യാമ്പ്, കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കൊപ്പം മാറിവരുന്ന ചിന്താശേഷികളെയും ജീവിത ശൈലികളെയും തിരിച്ചറിഞ്ഞ് തങ്ങളുടെ കൗമാരത്തെ തേജസ്സുറ്റതാക്കാൻ സഹായിക്കുന്ന ബൂമിൻ ക്യാമ്പ്, അഗതി മന്ദിരങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് നയിക്കുന്ന കെയർ ക്യാമ്പ്, ഇങ്ങനെ വിവിധ ക്യാമ്പുകളിലൂടെ 12 വർഷത്തെ പരിശീലനം കുട്ടികളെ കടത്തിവിടുന്നു. ഓരോ ബാച്ചിന്റെയും വർക്ക് ബുക്ക് പ്രവർത്തനങ്ങളും ആനുകാലിക വിഷയങ്ങളിൽ ഉള്ള അസൈൻമെന്റുകളും കുട്ടികൾ നിഷ്ഠയോടെ ചെയ്തു വരുന്നു. മാതാപിതാക്കളും ആനിമേറ്റേഴ്സും ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തി വേണ്ട തിരുത്തലുകളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്നു. Meet Jesus Teens Grand Conference. ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രവും ചെറുപുഷ്പ മിഷൻ ലീഗും ജീസസ് യൂത്ത് ഇടുക്കി സോണും എസ് ഫോർമേഷനും സംയുക്തമായി രൂപത പ്രെയർ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ 9-10 ക്ലാസുകളിലെ കുട്ടികൾക്കായി മീറ്റ് ജീസസ് ടീൻസ് ഗ്രാൻഡ് കോൺഫറൻസ് സീസൺ 2 നടത്തപ്പെട്ടു. ഏപ്രിൽ 11 മുതൽ 15 വരെ തീയതികളിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ വച്ച് നടന്ന ഈ ആത്മീയ വിരുന്നിൽ അഭിവന്യമാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവ് വിശുദ്ധ ബലിയർപ്പിച്ച് സന്ദേശം നൽകി. മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം നിർവഹിച്ച പ്രോഗ്രാമിൽ 505 കുട്ടികളും 60-ൽ പരം സിസ്റ്റേഴ്സും 20 വൈദിക വിദ്യാർത്ഥികളും നിരവധി വൈദികരും മതാധ്യാപകരും പങ്കെടുത്തു. ആയിരക്കണക്കിന് വ്യക്തികളുടെയും നിരവധി കൂട്ടായ്മകളുടെയും നിരന്തര പ്രാർത്ഥനയുടെ പിൻബലത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ ക്രമീകരിക്കപ്പെട്ട മീറ്റ് ജീസസിൽ വിശുദ്ധ കുർബാന, കുമ്പസാരം, ദിവ്യകാരുണ്യ ആരാധനകൾ, കൗൺസിലിംഗ്, തിയേറ്റർ പെർഫോമൻസ്, ജപമാല റാലി, ദൈവവിളി ഷെയറിങ്ങുകൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ, കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകൾ എന്നിങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഇടപെടൽ നിറഞ്ഞു നിന്ന ഈ ആത്മീയ വിരുന്ന് പങ്കെടുത്ത എല്ലാവർക്കും ദിവ്യകാരുണ്യ ഈശോയെ അനുഭവിച്ചറിയുന്നതിനും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുന്നതിനും കുടുംബത്തോടും സഭയോടും കൂടുതൽ അടുപ്പവും പ്രതിബദ്ധതയും ഉള്ളവരായി തീരുന്നതിനും കാരണമായി. കൂടാതെ കയ്യെഴുത്തു മാസിക മത്സരം, സ്കോളർഷിപ്പ് പരീക്ഷകൾ, സെമിനാറുകൾ, വൈദിക ദിനാചരണം, പാപ്പീറസ് പേപ്പർ സമാഹരണം, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ജീവധാര മെഗാ രക്തദാന ക്യാമ്പ് എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ 2025-26 പ്രവർത്തന വർഷത്തിൽ ദൈവകൃപ വഴി നടത്തി. നന്ദി ചൊല്ലാൻ വാക്കുകൾ പോരാ. നല്ല ദൈവത്തോട്
അഭിമന്യ പിതാവിനോട്, രൂപതാ നേതൃത്വത്തോട്, വൈദികരോട്, മതാധ്യാപകരോട്, മാതാപിതാക്കളോട്, വിളിച്ചു ചേർത്ത ഇടങ്ങളിലേക്ക് ഓടിയെത്തി കൂടെ കൂടിയ കുഞ്ഞുമക്കളോട്, പുതിയ പ്രവർത്തന വർഷത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. ആവേശത്തോടെ തിരുസഭയെ സ്നേഹിച്ച് ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി.